എന്താണ് ഒരു ആരോഗ്യ നിലയിലുള്ള പുതിയ വിവരങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. മിനിസ്റ്റർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മിനിസ്റ്റർ ഇപ്പോൾ എന്താണ് ഉമാ തോമസിന്റെ നിലവിലെ സാഹചര്യം? പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ അതിന്റെ വൈകുന്നേരം ഒന്നും ഇറങ്ങിയിട്ടില്ല. ഒരു അപ്ഡേറ്റ് എന്താണ് മിനിസ്റ്റർ? MLA ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ഇപ്പോൾ 25-26 മണിക്കൂറുകൾ ആകുന്നു. അപ്പോ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് MLAയുടെ ആരോഗ്യസ്ഥിതിയെ അസസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നു. അതുകൂടാതെ ആരോഗ്യവകുപ്പിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള എക്സ്പേർട്ട് ടീം, നമ്മുടെ കാർഡിയാക് തൊറാസിക് സർജൻ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്നലെ രാത്രി തന്നെ, അർദ്ധരാത്രിയിൽ തന്നെ അവിടെ എത്തിയിരുന്നു. വിശദമായ പരിശോധന നടത്തി. അവർ രാത്രിയിൽ തന്നെ അതിന്റെ റിപ്പോർട്ടും നൽകിയിരുന്നു. ഇപ്പോ ഇന്നലത്തെ സ്ഥിതിയിൽ നിന്നും കുറച്ചുകൂടി MLA ഒരു സ്റ്റേബിൾ ആണ് എന്ന് പറയാം. കാരണം 2 ഇഞ്ചുറി, ബ്രെയിൻ സംബന്ധിച്ചത് പക്ഷേ വലിയ സാരമായിട്ടുള്ളത് അല്ല. അത് ഒരു സർജറി ആവശ്യമില്ല. പിന്നെ ലങ്ങിന്റെ ഉണ്ടായിട്ടുള്ള ക്ഷതം, ഇഞ്ചുറി, അത് സംബന്ധിച്ച് ഇത് രണ്ടും കുറച്ച് സമയം എടുക്കുന്നതാണ് റിക്കവറി ചെയ്യാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തീവ്ര പരിചരണം ആവശ്യമുണ്ട് MLAക്ക്. MLA വെന്റിലേറ്റഡ് ആണ്. ഇപ്പോ ഇന്ന് വൈകുന്നേരം പൾമനോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഈ ടീമിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊഫസർ ഡോക്ടർ വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം അവിടെ പോയിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോ ഈ ലങ്സിന്റെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇന്നലെ തന്നെ ഇത് സ്കാൻ ചെയ്ത് മറ്റു പരിശോധനകൾ നടത്തി എങ്ങനെയായിരിക്കും ഇത് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളത് ഡോക്ടേഴ്സ് ഒരു അസസ്മെന്റ് നടത്തിയിരുന്നു. അപ്പൊ ആ അസസ്മെന്റിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇൻഫെക്ഷനുകളൊന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള തീവ്ര പരിചരണം ആവശ്യമാണ്. മിനിസ്റ്റർ, ഇന്നിപ്പോൾ രാവിലെ ഈ എക്സ്പേർട്സ് ടീം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു ലൈഫ് ത്രെട്ടനിങ് അല്ല, അതായത് ജീവന് ഭീഷണിയുള്ള നിലയിലല്ല ഇപ്പോഴുള്ളത്, എങ്കിൽ പോലും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല എന്നാണ്. അതേ നിലയിൽ തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതെ, അതായത് ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ല. എന്നിരുന്നാലും ഈ 2 ലങ്ങിൻ്റെതും ബ്രെയിനിൻ്റെതും ഒരു കുറച്ച് ദിവസങ്ങൾ എടുക്കുന്ന ഒരു റിക്കവറിയാണ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഈ തരത്തിലുള്ള ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ചിലപ്പം ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഇഞ്ചുറികളുടെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിന് അതീവമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കെയറും എടുക്കുന്നുണ്ട്. അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിലയിലുള്ള പരിചരണം തന്നെ MLAക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. കൊടുക്കുന്ന എല്ലാ മറ്റ് മെഡിസിൻസ്, മറ്റ് സപ്പോർട്ടുകളെല്ലാം ഏറ്റവും മികച്ച നിലയിൽ തന്നെ കൊടുക്കുന്നതിനാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് നൽകുന്നുമുണ്ട്. മിനിസ്റ്റർ, ഈ മസ്തിഷ്കത്തിനേറ്റ ക്ഷതം, അതേപോലെ തന്നെ ശ്വാസകോശത്തിനുണ്ടായ ചതവ്, പിന്നെ ബാക്ക് ബോൺ, നട്ടെല്ലിന് ഏറ്റിട്ടുള്ള ക്ഷതങ്ങൾ, ഇതൊക്കെയായിരുന്നു ഇന്നലെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ. അതിൽ നിന്ന് ഇപ്പോൾ ഈ ലങ്സ് മാത്രമാണ് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുള്ളത്. ബാക്കി ഒരു മെഡിക്കൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു നോർമൽസിയിലേക്ക് പതുക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. എല്ലാം കെയർ ആവശ്യമുള്ളതാണ്. ബ്രെയിനിൻ്റെതും അതുപോലെ തന്നെ ലങ്സും എല്ലാം തന്നെ കെയർ ആവശ്യമുള്ളതാണ്. അതുകൂടാതെ വീണപ്പോൾ ഉണ്ടായിട്ടുള്ള അല്ലാതെ ചില പരിക്കുകളുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാം കെയർ ആവശ്യമുള്ളതാണ്. അതിൽ 2 ബ്രെയിനും അതുപോലെ തന്നെ ബ്രെയിനിന് ഒരു ഇമ്മീഡിയറ്റ് ഒരു സർജറി ആവശ്യമില്ല. അത് സ്വയം ഹീൽ ചെയ്യുന്ന നിലയിൽ ആണ് ഉള്ളത്. അപ്പോൾ അതും ഒരു സമയമെടുക്കുന്നതാണ്. ലങ്സിന്, ശ്വാസകോശത്തെ സംഭവിച്ചിട്ടുള്ളതും കുറച്ച് സമയം എടുത്താണ് ഒരു റിക്കവറി ഉണ്ടാവുക. അപ്പോൾ ആ സമയം, ആ റിക്കവറിക്ക് എടുക്കുന്ന ഒരു സമയം അണുബാധകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈദ്യശാസ്ത്രം ഏറ്റവും ശ്രദ്ധിക്കുക. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ സംഘം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, പരമാവധി അത്തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു റിക്കവറി കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ഥിതിഗതികൾ ഒന്നുകൂടെ വിലയിരുത്തും. ഡോക്ടേഴ്സ് അസസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ മെഡിക്കൽ ബോർഡ് അസസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഡിക്കൽ ടീമും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. മിനിസ്റ്റർ, നമ്മളെല്ലാം കാത്തിരിക്കുന്നത് MLA അപകടനില തരണം ചെയ്തു എന്ന വാർത്ത കേൾക്കാൻ വേണ്ടിയാണ്.
അതിന് നമുക്ക് എത്ര കാത്തിരിക്കേണ്ടി വരും? അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഘട്ടമായിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇപ്പോഴും അത് സാങ്കേതികമായി അത്തരത്തിലല്ല. എന്നാൽ നമുക്ക് വളരെ പ്രതീക്ഷാ നിർഭരമാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു ജീവാപായം അല്ലെങ്കിൽ ലൈഫ് ത്രട്ടണിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ല. എന്നാൽ ഈ 2 ഇഞ്ചുറികളും പ്രത്യേകിച്ച് ലങ്സിന്റെ ഇഞ്ചുറി സംബന്ധിച്ച് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കെയർ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലോങ് ടേം ആയിട്ടാണ് അതിന്റെ ഒരു റിക്കവറി. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഒരു 3 ആഴ്ച ഒരു പക്ഷേ അതിനടുത്തൊരു സമയമാണ് അതിനാവശ്യമായിട്ട് വരിക. അപ്പൊ ആ ഒരു കാലഘട്ടം വളരെ പ്രധാനമാണ്. അതിലെല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടുകളും നൽകി ബാഹ്യമായിട്ടുള്ള ഇൻഫെക്ഷനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും ഇൻഫെക്ഷൻ സാധ്യത വളരെ ഉണ്ട് ഇങ്ങനെയൊരു ഇഞ്ചുറിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഡോക്ടേഴ്സ് ഇന്ന് അവരുടെ ഒരു അസസ്മെന്റ് ഇന്നലെ അവർ കണക്കാക്കിയതനുസരിച്ച് തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നാളെ അവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരൊന്ന് മുൻകൂട്ടി അതൊന്ന് കണക്കാക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് തന്നെ അക്കാര്യം പറയുന്നതായിരിക്കും. മിനിസ്റ്റർ ഇന്ന് എന്തായാലും പത്തനംതിട്ട ജില്ലാ സമ്മേളനവും ഒക്കെയായി തിരക്കുകളിലായിരുന്നിരിക്കുമല്ലോ. മിനിസ്റ്റർ ഇണയിലേക്ക് പോകുന്നുണ്ടോ MLA കാണാൻ? തീർച്ചയായിട്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ വൈകാതെ ഞാൻ മെഡിക്കൽ ടീമുമായിട്ട് കൂടി സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സിന്റെ കൂടി നമ്മുടെ എക്സ്പെർട്ട് ടീം കൂടി അവരുടെ കൂടി സാന്നിധ്യത്തിൽ അവിടെ വിസിറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ശരി, താങ്ക് യു വെരി മച്ച് മിനിസ്റ്റർ, ഈ സന്ദർഭത്തിൽ താങ്കൾ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വന്നതിന്. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും അപകടനില ഉമാ തോമസ് MLA തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ആശാവഹമായ പുരോഗതി ഉണ്ട് എന്നതാണ് ഡോക്ടർമാർ നൽകുന്ന സൂചനകൾ. നമുക്ക് കാത്തിരിക്കാം. വരും മണിക്കൂറുകളിൽ ശുഭകരമായ വാർത്ത വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഏതായാലും ജീവന് ഭീഷണി നിൽക്കുന്ന അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല എന്നത് ആശ്വാസം നൽകുന്ന വിവരം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ശുഭകരമായ വാർത്ത വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും പുതിയ മെഡിക്കൽ അപ്ഡേറ്റുകൾ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു.